തുടർ ഭരണം കിട്ടാൻ ഞാൻ അറിവില്ലെങ്കിൽ പറഞ്ഞു തരിക. ഒരു തുടർ ഭരണം കിട്ടുക എന്ന് പറഞ്ഞാലേ നമ്മൾ അഹങ്കരിക്കാനല്ല, നമ്മൾ അണികളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നാടിനെയും പൊന്നുപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തുടർ ഭരണം കിട്ടുന്നത്. 15ാമത്തെ ഒരു കൊല്ലം കിട്ടിയ സഹിക്കത്തില്ലായിരുന്നല്ലോ അല്ലേ? അപ്പം ഒന്ന് കിട്ടിയപ്പം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നല്ല രീതിയൊക്കെ അങ്ങ് ഒരു വിവാഹത്തിനോടെല്ലാം നല്ല സോപ്പിട്ട് അവരെ സുഖിപ്പിച്ചങ്ങ് നിർത്തി. അപ്പം വീണ്ടും 5 കൊല്ലം കിട്ടിയപ്പോഴത്തേക്ക് അവരുടെ ആവശ്യപ്പെട്ടത് അവർക്ക് താല്പര്യമുള്ള എല്ലാ കാര്യത്തിനും എല്ലാം കണ്ണടച്ചാൻ കൊടുക്കുക. ബാക്കി എല്ലാവരും വെറും പൊട്ടരും വെറും പോങ്ങരും, ബാക്കി എല്ലാവരും വെറും പൊട്ടരാ ഈ വോട്ട് ചെയ്തവരെല്ലാം. അത് മാറണം ഇവിടെ. അതുകൊണ്ട് പിണറായി വിജയൻ സത്യത്തിൽ പറഞ്ഞാൽ വന്നത് വന്നു ഒന്ന് മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇവിടെ കഴിവുറ്റ ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് കഴിവുറ്റതും നല്ലതായ സഹാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതറിയോ? ആണുമുണ്ട് പെണ്ണുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് കഴിവുറ്റവരുണ്ട്. അവരൊക്കെ നിങ്ങൾ ഈ പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ചവർ. ഇന്ന് അവരൊക്കെ അത് വെറുക്കണമെന്നുണ്ടെങ്കിൽ, ആ പാർട്ടിയെ വെറുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനും ഉത്തരവാദിത്വവും താങ്കൾക്കുള്ളതാണ്. താങ്കളാണ് അത് ഇരന്ന് പേടിച്ചിരിക്കുന്നത്. കാരണം താങ്കൾ ഒരു വിവാഹത്തിന് വേണ്ടി മാത്രം താങ്കൾ നാവ് പൊക്കി താങ്കൾ പെരുമാറി പ്രവർത്തിച്ചു. അതറിയോ? അയ്യപ്പ സ്വാമിയെ കാര്യത്തിൽ വന്നപ്പോൾ താങ്കൾ കാണിച്ച ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് ജനങ്ങൾ കണ്ടതാണ്. ആരും മറക്കത്തില്ല അതൊരിക്കലും. താങ്കളും ഒരു 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 ഹിന്ദുധർമ്മത്തിൽ ജന്മം കൊണ്ട് വളർന്നു വന്ന ഒരാളല്ലേ അല്ലേ? താങ്കൾക്ക് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിവുള്ളതല്ലേ? പണ്ട് ഇവിടെ ജാതി മതം വല്ലതും പറഞ്ഞ് ഇവിടെ കലഹിക്കുന്നുണ്ടായിരുന്നോ? ഇപ്പോഴാർക്കല്ലേ? താങ്കളുടെ 10 വർഷത്തെ ഭരണം കൊണ്ടല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ പറച്ചിലും വർഗീയപരമായ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഒളിഞ്ഞും തെളിഞ്ഞും അല്ലേ? എല്ലാം താങ്കളുടെ മേശപ്പുറത്ത് വരുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഇന്റലിജൻസ് നിസ്സാര ടീമുകളൊന്നുമല്ല, കഴിവുറ്റ ടീമുകൾ തന്നെ. പക്ഷെ അവർക്ക് ചലിക്കാനും അനങ്ങാനും പറ്റില്ല. അവിടെ കയ്യും കാലും വിലങ്ങിട്ട് നിർത്തിയേക്കാ നിങ്ങൾ. അറിയോ? അതിന് ഇനി ചെയ്യേണ്ട കാര്യം, ഒരു കാര്യം ഞാൻ പറയാണ്. ഇനി ഇവിടുത്തെ മുഖ്യമന്ത്രി ആവുന്നവര് ഒരു കാരണവശാലും ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിന് പ്രത്യേക ഒരു മിനിസ്റ്ററെ ഏൽപ്പിക്കണം. ആ മിനിസ്റ്ററെ മുഖ്യമന്ത്രിക്ക് എന്നല്ല ആർക്കും ചോദ്യം ചെയ്യാനും പാടില്ല. പക്ഷെ ആ മിനിസ്റ്റർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ നീതി ഉറപ്പാക്കി വേണം കാര്യങ്ങൾ പോണ്ടെന്ന്. ശരിയായ കേസുകൾ കണ്ടെത്തി അതിന്റെ ശരിയും തെറ്റും വ്യക്തവണ്ണം മനസ്സിലാക്കി ശേഷം മാത്രം ആ കേസ് കോടതി കൊടുക്കുക. അല്ലാതെ അവർക്ക് തോന്നുന്നത് പോലെ തയ്യാറാക്കി പല രീതിയിലും പലതുപോലെ തയ്യാറാക്കി പല സ്വാധീനങ്ങൾ വെച്ച് പല തെറ്റുകൾ ചെയ്യാത്തവരെ തെറ്റ് ചെയ്തെന്നും തെറ്റ് ചെയ്യുന്നവനെ എന്നും ശിക്ഷിക്കാതെയും പോകുന്നൊരു പ്രവണതയും കാര്യങ്ങളും മാറ്റിവെക്കണം. അതിനൊരു വിങ് ആ മിനിസ്റ്റർ ഉണ്ടാക്കണം. ഇവർ കൊണ്ടുവരുന്ന കേസിനെ പഠിക്കുകയും അത് പൂർത്തീകരിച്ച് ശരിയെന്ന് അവരുടെ അന്വേഷണവും കൂടെ നടത്തി ശരിയെന്ന് കാണുന്നത് മാത്രമേ കോടതിയിൽ കൊടുക്കാവൂ. കോടതിക്ക് തെളിവാണ് ആവശ്യം. കോടതി ഇറങ്ങി വന്ന് തിരക്കുന്നില്ല, കോടതി ഇറങ്ങി വന്ന് അന്വേഷിക്കുന്നില്ല. അപ്പൊ കോടതി കൊടുക്കുന്നതാണ് കോടതിക്ക് തെളിവ്. അതുകൊണ്ട് ആഭ്യന്തരം നമ്മുടെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യരുതും. അതിന് പ്രത്യേകം കഴിവുറ്റ, അതായത് നല്ല കഴിവുറ്റ, പല്ല് പറഞ്ഞതിനെ ഒന്നും കൊണ്ടുവരുത്തരുത്. നല്ല കഴിവുറ്റ വിദ്യാസമ്പന്നരായ നല്ല എഡ്യൂക്കേഷനായിട്ടുള്ളവർ, നല്ല നല്ല യങ് ആയിട്ടുള്ള ആണായാലും പെണ്ണായാലും അവരെ വെക്കുക. അവരെ വെച്ചിട്ട് അവരൊരു അന്വേഷണം അവരെ വെക്കുക. അവര് വേണം, ആ മിനിസ്റ്റർ വേണം പ്രത്യേക ഒരു വിങ് തയ്യാറാക്കേണ്ടത്. അവരുടെ അന്വേഷണത്തിൽ വേണം അവസാന ഒരു റിസൾട്ട് കണ്ടെത്താനും. അവസാനത്തെ അന്വേഷണം അവരുടേതായിരിക്കണം. അതിനുശേഷമേ ഒരു കേസ് കോടതിയിൽ കൊടുക്കാവൂ. അതറിയാവോ? പിന്നെ ഞാനൊന്ന് പറയുന്നുണ്ട്. ഈ കേരള